PCOD-കാരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ അവരുടെ ആ ഒരു ഫുഡ് ഇൻടേക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഡയറ്റ്. ചിലർ പറയാറുണ്ട്, ഞാൻ വളരെ കുറവ് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, എന്നാലും കഴിക്കുന്നത് കുറക്കുന്നതിനനുസരിച്ച് വണ്ണം കൂടുകയാണ് എന്ന് പറയാറുണ്ട് ചില ആളുകൾ. അങ്ങനെ വളരെ കുറവ് അളവിൽ ഭക്ഷണം കുറച്ചിട്ടും വെയിറ്റ് കൂടുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് യൂഷ്വലി ചില ആളുകൾ എന്താ ചെയ്യുക, പകല് ഫുൾ സമയം അല്ലെങ്കിൽ ഒരുപാട് സമയം പട്ടിണി കിടക്കും. ആ പട്ടിണി കിടക്കുന്ന സ്ട്രെസ് കൊണ്ട് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടും. അതിനുശേഷം വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഒരു കൂടിയൊരു ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കും. ആ സമയത്ത് കൂടുതൽ ഗ്ലൂക്കോസ് നമ്മളുടെ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് ഇൻസുലിനും കൂടും. അപ്പോൾ ശരീരത്തിൽ ആകെ സംഭവിച്ച മാറ്റങ്ങൾ, കോർട്ടിസോളും ഉയർന്നു നിൽക്കുന്നുണ്ട്, അതേസമയം ഇൻസുലിനും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോർട്ടിസോളും ഇൻസുലിനും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇത് ഒരു ശരീരത്തിൽ വണ്ണം കൂടാൻ, എസ്പെഷ്യലി അടിവയറിന് ചുറ്റുമുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് പിന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു വെയിറ്റ് കുറക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലാക്കുക.